ഇന്ത്യയിൽ വരാൻ പോകുന്നത് നൂറ്റാണ്ടിലെ ഏറ്റവും വരണ്ട കാലവർഷമാകാനാണ് സാധ്യത. എൽ നിനോ പ്രതിഭാസമാണ് മഴ കുറയ്ക്കുന്നത്. കാലവർഷത്തെ മാത്രമല്ല തുലാവർഷത്തെയും എൽ നിനോ ബാധിച്ചേക്കും. 2027 ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമായി മാറുമോ എന്നുള്ളതാണ് മുന്നിലുള്ള ആശങ്ക. ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് നമുക്ക് മൺസൂൺ മഴ ലഭിക്കുന്നത്. മൺസൂൺ ലഭ്യതയിൽ ഇത്തവണ ഏറ്റവും വലിയ ഭീഷണി എൽ നിനോ പ്രതിഭാസം തന്നെയാണ്. സമുദ്രജലം പതിവിലും ചൂടാകുന്ന പ്രതിഭാസമാണ് എൽ നിനോ. ഇത്തവണ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ എൽ നിനോ തീവ്രത കൂടിക്കൊണ്ടേയിരിക്കും. ഈ വർഷം അവസാനം വരെയോ അടുത്ത വർഷം ജനുവരി ഫെബ്രുവരി വരെയോ എൽ നിനോ പ്രതിഭാസം നിലനിൽക്കാനാണ് സാധ്യത. വരാൻ പോകുന്നത് രാജ്യത്ത് കഴിഞ്ഞ 150 വർഷത്തിനിടയിലെ ഏറ്റവും വരണ്ട കാലവർഷമാകാനാണ് സാധ്യത. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ദീർഘകാല ശരാശരിയുടെ 86 മുതൽ 94% വരെ മാത്രമേ മഴ ലഭിക്കാൻ സാധ്യതയുള്ളൂ. മഴ ഉണ്ടാവണമെങ്കിൽ അന്തരീക്ഷ വായു ഇങ്ങനെ മുകളിലേക്ക് ഉയരണം എന്ന് പറയും. അപ്പോൾ വെർട്ടിക്കൽ മൂവ്മെൻറ്റ്, എയറിൻ്റെ വെർട്ടിക്കൽ മൂവ്മെൻറ്റ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മുകളിലേക്കായിരിക്കണം. എൽ നിനോ വർഷങ്ങളിൽ അത് നേരെ തിരിച്ചായിരിക്കും, അല്ലെങ്കിൽ അതിനെ സപ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് അടിച്ചിരുത്തുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മഴ കുറയും എന്ന് പറയുന്നത്. തീരെ മഴയുണ്ടാകില്ല എന്നല്ല അർത്ഥം. കേരളത്തിൽ മൺസൂണിൽ കിട്ടുന്ന ശരാശരി മഴയായ 2018 മില്ലിമീറ്ററിനേക്കാൾ കുറവായിരിക്കും ഇത്തവണ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് മഴയില്ലാത്ത ദിവസങ്ങളുടെ എണ്ണം കൂടാമെന്നതാണ്. ഇതിനിടയിൽ ന്യൂനമർദ്ദങ്ങളോ മറ്റോ രൂപപ്പെട്ടാൽ മഴ കൂടാം. മഴ ഉണ്ടാവാനുള്ള അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എണ്ണത്തിൽ കുറയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യും. അതായത് ഈ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ന്യൂനമർദ്ദം, ഡിപ്രഷൻ, സൈക്ലോണിക് സ്റ്റോം, ഇങ്ങനെയുള്ള ചക്രവാതങ്ങൾ അല്ലെങ്കിൽ ചുഴലിക്കാറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എണ്ണത്തിൽ കുറവായിരിക്കും ഉണ്ടാവുക. ചുരുക്കത്തിൽ ജൂൺ പകുതി വരെ കാലവർഷം സാധാരണയിൽ കൂടുതൽ ലഭിക്കും. പക്ഷേ അത് കഴിഞ്ഞാൽ മഴയില്ലാത്ത ദിവസങ്ങളായിരിക്കും കേരളത്തിൽ കൂടുതൽ. പെയ്യുമ്പോൾ ചുരുങ്ങിയ സമയത്ത് കൂടുതൽ മഴ ലഭിക്കുന്നതും ആശങ്കയാണ്. 2024 ഹീറ്റ് വേവ് വന്നപ്പോൾ എൽ നിനോ പ്രതിഭാസം ഉണ്ടായിരുന്നു. ഇത്തവണ അതിനേക്കാൾ ശക്തി കൂടിയ എൽ നിനോ പ്രതിഭാസത്തിനാണ് സാധ്യത. 2027 ചരിത്രത്തിലെ ഏറ്റവും ചൂട് കൂടിയ വർഷമാകുമോ എന്നതാണ് ആശങ്ക. സജീവമാനൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.